ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എഗ് മസാലകളിൽ ഏറ്റവും ടേസ്റ്റിയായ എഗ് മലായി മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എഗ് മലായി മസാല തയ്യാറാക്കാനായി ഞാനിവിടെ 5 മുട്ട പുഴുങ്ങി 2ആയി മുറിച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലെ 4 സവാള, 6 പച്ചമുളക്, കുറച്ച് മല്ലിയില, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 കപ്പ് പാല്, 1/2 കപ്പ് കട്ടിയായ തേങ്ങാപ്പാൽ. പാല് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ തേങ്ങാപ്പാൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് കസൂരി മെത്തിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഉലുവയിലയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും വേണം. ഇനി നമുക്കിത് തയ്യാറാക്കാം. ആദ്യം നമുക്ക് സവാളയും പച്ചമുളകും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ സവാള വഴറ്റാൻ ഉപയോഗിക്കുന്നതിലും കൂടുതൽ ഒഴിക്കണം, അരച്ചെടുക്കുന്നതായതുകൊണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് അന്ന് ചെറുതായി പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കളർ മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ചായി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. തീരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, ജീരകപ്പൊടി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്യുക. തീരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചായിരിക്കണം വെച്ചേക്കേണ്ടത്. നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കസൂരി മെത്തി എടുത്ത് വെച്ചിരിക്കുന്നത് വിതറി കൊടുക്കാം.
തീരെ ലോ ഫ്ലെയിമിൽ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ അടച്ചു വെച്ച് എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എഗ് മലായി മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റിയായി നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.